നമസ്കാരം. പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് വൺ പ്രവേശനത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് 14-ാം തീയതി വൈകിട്ട് തന്നെ എത്തും, അല്ലെങ്കിൽ 15-ാം തീയതി അതിരാവിലെ. മിക്കവാറും അതിന്റെ സാധാരണ കണ്ടുവരുന്ന ഒരു രീതി വെച്ചിട്ട് 14-ാം തീയതി വൈകിട്ട് തന്നെ പ്ലസ് വണ്ണിന്റെ പ്രവേശനത്തിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളാണ്, ഏതൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, പിന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ 15, 16, 17 തീയതികളിലാണ് പ്രവേശനം നേടാനുള്ള സമയം. ശ്രദ്ധിക്കുക, 15, 16, 17 ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പോയി പ്രവേശനം നേടാവുന്നതാണ് ബന്ധപ്പെട്ട സ്കൂളിൽ. അങ്ങനെ സ്കൂളിൽ പോയി പ്രവേശനം നേടുമ്പോൾ നമുക്കറിയാം 14-ാം തീയതി രാത്രിയിലോ 15-ാം തീയതി അതിരാവിലെയോ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു ചേരല വയ്ക്കാം. ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയെന്ന് വെച്ചോ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, വേറെ അതിൻ്റെ മുകളിലോട്ടൊന്നില്ലല്ലോ. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തീയതിയിൽ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുപോയിട്ട്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഇപ്പം പറയാം, സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുപോയി ഫീസ് അടച്ച് ജോയിൻ ചെയ്യണം, പ്രവേശനം നേടണം. സ്ഥിര പ്രവേശനമാണ് അത്. ഫീസ് അടച്ച് പ്രവേശനം നേടുന്നതിന് നമ്മൾ സ്ഥിര പ്രവേശനം എന്നാണ് പറയുക. എത്ര ഫീസ് അടയ്ക്കണമെന്നൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ പറഞ്ഞു തരാം. ഇനി നിങ്ങൾ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അതിനെപ്പറ്റി പിന്നെ പറയാം നമ്മൾ ഓരോന്ന്. ഇനി ഏതൊക്കെ രേഖകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്? രേഖകൾ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. മിക്കവാറും കുട്ടികൾ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിന്റ് ഔട്ട് ഇപ്പം എടുക്കണ്ട. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന്റെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. 2 പേജ് ഉണ്ട്. ഒന്ന് കൺഗ്രാജുലേഷൻസ് യു ഹാവ് വോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്. അടുത്ത പേജിൽ സ്കൂളും കോഴ്സും കാണിക്കുന്ന ഒരു പേജും ഉണ്ട്. അതിൻ്റെ പ്രിന്റ് ഔട്ട് 2 കോപ്പി എടുക്കുക. ഒരു പ്രിന്റ് ഔട്ട് രണ്ട് പേജ് ഉണ്ട്, 2 പേജിന്റെ 2 കോപ്പി നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ സ്കൂളിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് അധ്യാപകരുടെ ഒരു ടീമുണ്ട്, അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രിന്റ് എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്, അങ്ങനെ 2 കോപ്പി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ വാചകം നമുക്ക് പറയാം, അലോട്ട്മെന്റ് ലെറ്ററിന്റെ 2 പേജുകളുടെയും 2 കോപ്പി. അലോട്ട്മെന്റ് ലെറ്റർ എന്ന് അതിന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കണം, 9-ാം തീയതി വന്ന അലോട്ട്മെന്റ് ട്രയലാണ്, അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പോവരുത്. അതല്ല, 15-ാം തീയതി രാവിലെ അല്ലെ 14-ാം തീയതി രാത്രി ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ലെറ്ററാണ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്. 2 പേജിന്റെ 2 കോപ്പി എടുക്കുക. രണ്ടാമത്തത്, SSLC മാർക്ക് ലിസ്റ്റിന്റെ പ്രിന്റ് ഔട്ട് നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ? നമ്മൾ നേരത്തെ SLC റിസൾട്ട് അറിഞ്ഞപ്പോൾ ഒരു പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ പ്രിന്റ് ഔട്ട് വേണം. അതായത് SLC സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട്. ആ പ്രിന്റ് ഔട്ട് അത് തൽക്കാലം അത് മതി. ഇനി ഒറിജിനൽ പ്രിന്റ് ഔട്ട്, ജാതിയും ഡേറ്റ് ഓഫ് ബർത്തും ഉള്ള പ്രിന്റ് ഔട്ട് നമുക്ക് വേണമെങ്കിൽ ഡിജി ലോക്കറിൽ കിട്ടും. ഡിജി ലോക്കറിൽ നിന്ന് എടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ആ ഇന്റർവ്യൂവിൽ അധ്യാപകർ എടുത്തോളൂ. നിങ്ങൾ അത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി അവിടെ പ്രിന്റ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പറ്റം അധ്യാപകർ, ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ അവിടെ ഉണ്ടാവും. എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. ഏതെങ്കിലും കോപ്പി എടുക്കാനുണ്ടെങ്കിൽ അവരെടുക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പോയാൽ മതി. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആദ്യത്തത് അലോട്ട്മെന്റ് ലെറ്ററിന്റെ 2 പേജിന്റെ പ്രിന്റ് ഔട്ട് 2 എണ്ണം. രണ്ടാമത്തത് SLC സർട്ടിഫിക്കറ്റ്, SLC മാർക്ക് ലിസ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളൂ. ആ മാർക്ക് ലിസ്റ്റിന്റെ പ്രിന്റ് ഔട്ട് ഒരു കോപ്പി. അത് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചതാണ്. റിസൾട്ട് അറിഞ്ഞപ്പോൾ, SLC റിസൾട്ട് അറിഞ്ഞപ്പോൾ അതിന്റെ പ്രിന്റ് ഔട്ട് നമ്മൾ എടുത്തു വെച്ചതാണ്, അതിന്റെ ഒരു കോപ്പി. ഇനി റീവാലുവേഷൻ കഴിഞ്ഞിട്ട് വരുന്നവര് ആ റീവാലുവേഷന്റെ കോപ്പി, റീവാലുവേഷൻ റിസൾട്ട് വന്നതിന്റെ ഒരു കോപ്പി കൂടി, മാറ്റം ഉണ്ടെങ്കിൽ, മാറ്റമില്ലെങ്കിൽ ആദ്യത്തേത് മാത്രം മതി. മാറ്റം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഗ്രേഡ് റീവാലുവേഷനിൽ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഉള്ള പ്രിന്റ് ഔട്ടും വെക്കുക, ഈ റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോഴുള്ള പ്രിന്റ് ഔട്ടും കരുതുക.
മൂന്നാമത്തത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഹൈസ്കൂളിൽ നിന്ന് കിട്ടുന്ന TC ആണ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഒന്നാണ് TC, പിന്നൊന്ന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ TC ഓൾറെഡി എല്ലാ സ്കൂളിൽ നിന്നും കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തിട്ടില്ല ഏതെങ്കിലും സ്കൂളിൽ കിട്ടാൻ്റെ അഡ്മിഷൻ എടുത്ത് പോയിട്ട് നിർബന്ധമായിട്ടും 15ാം തീയതി TC രാവിലെ തന്നെ മേടിക്കുക, കൊണ്ടുപോവുക. TCയുടെ കൂട്ടത്തിൽ തരുന്ന മറ്റൊന്നാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് അഥവാ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രിൻ്റ് ഔട്ട്, അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് 2 പേജ് 2 കോപ്പി, SLC സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് 1 കോപ്പി, TC ഒറിജിനൽ, അതായത് TC ഒറിജിനൽ വേണം, അത് 1 കോപ്പി, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ 1 കോപ്പി. അതൊന്നും കോപ്പി എടുക്കേണ്ട, ഒറിജിനൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. വേറെ ഫോട്ടോ കോപ്പി ഒന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. പിന്നെ വരുന്നത് നിങ്ങൾ ബോണസ് പോയിന്റിനും ടൈ ബ്രേക്കറിനും എന്തെങ്കിലുമൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ യെസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുപോകണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ അതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുപോകണം. അടുത്തത് 6ാമത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി വേണം. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം. മറ്റത് പറയാനുള്ളത് പിന്നെ ഈ EWS ആയിട്ടുള്ള കുട്ടികൾ, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ EWS സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ 40% മുകളിൽ ഭിന്നശേഷി ഉണ്ട് എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും ആ സമയത്ത് കൊണ്ടുപോകണം. NMMS പാസ്സായ കുട്ടികളാണെങ്കിൽ ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്താൽ മതി. ആ കോപ്പിയാണ് വേണ്ടത്. NMMS സർട്ടിഫിക്കറ്റ് മിക്കവാറും കിട്ടിയിട്ടുണ്ടാവില്ല. USS ആണെങ്കിൽ പരീക്ഷാഭവൻ തരുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, US സർട്ടിഫിക്കറ്റ് വേണം, അത് വേണം. LSS ആണെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം. ജവാന്റെ ആശ്രിതരാണെങ്കിൽ അതിനനുസരിച്ച സർട്ടിഫിക്കറ്റ്, SPC, NSS, ലിറ്റിൽ കൈറ്റ് എല്ലാവരും എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം. വിംഗ സർട്ടിഫിക്കറ്റും തൽക്കാലം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. അതാണ് പറയാനുള്ള മറ്റൊരു കാര്യം. ഇൻകം സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും തൽക്കാലം വേണ്ട, പ്രവേശനത്തിന് ആവശ്യമില്ല. ഇനി ഫീസ് കൺസെഷനൊക്കെ കിട്ടുന്ന സമയത്ത് അത് കിട്ടുമെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി. ആ രീതിയിൽ അത് സെറ്റിൽ ചെയ്യാവുന്നതാണ്. ഇനി അതേ സമയത്ത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CBSEക്ക് പഠിച്ച കുട്ടികൾ ഏതെങ്കിലും പിന്നോക്ക ജാതിയിൽ മുസ്ലിം, ഇഴവ, തീയ, പിന്നെ അങ്ങനെ ഏതെങ്കിലും കാറ്റഗറി ആണെങ്കിൽ, ഫോർവേഡ് കാസ്റ്റ് അല്ലാത്തവരാണെങ്കിൽ ഈ CBSE കുട്ടികളുടെ മാർക്ക് ലിസ്റ്റിലോ സർട്ടിഫിക്കറ്റിലോ എന്തുണ്ടാവില്ല, ഈ കമ്മ്യൂണിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. SLC കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ കമ്മ്യൂണിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്തും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ നിന്ന് ഒറിജിനൽ SLC സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പി കിട്ടും. അത് മാത്രമല്ല SLC കുട്ടികളുടെ ജാതിയും ഡേറ്റ് ഓഫ് ബർത്തും TCയിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ചിലപ്പോൾ അവിടെ CBSEയുടെ രേഖയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് CBSE കുട്ടികൾ ഇത്തരത്തിൽ ജാതി സംവരണം ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി നേറ്റിവിറ്റിയും വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് നല്ലത്. അത് പെട്ടെന്ന് കിട്ടും. നമ്മൾ അക്ഷയയിൽ അപേക്ഷിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്കത് ലഭ്യമാകും. ഇത്രയുമാണ് സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഇനി ഫീസ് ഘടനയാണ് അടുത്ത് പറയാം. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാം. അലോട്ട്മെന്റ് ലെറ്ററിൻ്റെ 2 പേജിൻ്റെയും പ്രിൻ്റ് ഔട്ട് 2 SLC സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്താൽ മതി. ഡിജി ലോക്കറിൽ നിന്ന് വേണമെങ്കിൽ അവിടെ സ്കൂളിൽ നിന്ന് എടുത്തുകൊള്ളും. SLC സർട്ടിഫിക്കറ്റിൻ്റെ ഈ മാർക്ക് ലിസ്റ്റിൻ്റെ നമ്മൾ റിസൾട്ട് വന്നപ്പോൾ ഉള്ള പ്രിൻ്റ് ഔട്ട് അതെടുക്കണം. 1 TC ഒറിജിനൽ, TC 10ാം ക്ലാസ്സിലെ കഴിഞ്ഞപ്പോൾ കിട്ടിയ TC ഒറിജിനൽ, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. ബാക്കി ബോണസ് പോയിന്റിനും ട്രൈ ബ്രേക്കിനും നമ്മൾ അവകാശപ്പെട്ടിട്ട എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ ഡേറ്റ് വെച്ചിട്ടുള്ള നമ്പറും ഡേറ്റുമുള്ള സർട്ടിഫിക്കറ്റ്, അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്തത്, അത് വേണം. EWS സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആ സർട്ടിഫിക്കറ്റ് വേണം. NMMS, USS, LSS, ജവാന്മാരുടെ ആശ്രിതരാന്ന് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലിറ്റിൽ കൈറ്റ്, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. സാധാരണഗതിയിൽ ഇൻകം സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പം വേണ്ട. കമ്മ്യൂണിറ്റിയൊക്കെ SLC ബുക്കിൽ കാണുന്ന കമ്മ്യൂണിറ്റി തന്നെ ആ തെളിവായിട്ട് അത് തന്നെ മതി. ഇനി പറയാനുള്ളത് ഫീസിനെ കുറിച്ചാണ്. ഫീസ്
സയൻസ് വിഭാഗം കുട്ടികൾക്ക് 555 രൂപ ഫീസാണ്. സയൻസുകാർക്ക് 555 രൂപയും PTA മെമ്പർഷിപ്പിന് 100 രൂപയും PTA ഫണ്ടായിട്ട് 400 രൂപയും വാങ്ങാൻ ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ 1055 രൂപയാണ് സയൻസ് വിഭാഗം കുട്ടികൾക്ക് വരുന്നത്. കൊമേഴ്സ് വിഭാഗം കുട്ടികൾക്കാണെങ്കിൽ ഇതിലൊരു പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് ഒരു 50 രൂപ കുറയും. അപ്പോൾ 1005 രൂപ അടച്ചാൽ മതി. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലാണെങ്കിൽ ഏകദേശം 955 രൂപയാണ് അടയ്ക്കേണ്ടത്. SC ST OBC OEC കുട്ടികൾക്ക് ഫീസ് ആനുകൂല്യത്തിന് അർഹതയുണ്ട്. അവർക്ക് കോഷൻ ഡിപ്പോസിറ്റ് ഇവർക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പോൾ ഫീസ് ആനുകൂല്യം SC ST OEC കുട്ടികൾക്ക് ഫീസ് ആനുകൂല്യം വേണമെങ്കിൽ അന്നേരം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതായിട്ട് ഉണ്ട്. OEC കുട്ടികൾക്ക് ഈ ഫീസ്, അതായത് 500 രൂപയുടെ വ്യത്യാസം, അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 400 രൂപയാണ്. ഈ 400 രൂപയുടെ ഇളവ് കിട്ടണമെങ്കിൽ അവർക്ക് ഈ ഫീസിൻ്റെ ആനുകൂല്യത്തിന് ഇൻകം സർട്ടിഫിക്കറ്റും ഇത് ഒരു ബ്രാക്കറ്റിൽ അവിടെ പറയുന്നുണ്ട്. അത് പിന്നീട് പ്രൊഡ്യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതാണ് ഒരു ഫീസ് കാർഡ്. അപ്പോൾ ഒരു +1 ചേരുന്ന ഒരു കുട്ടിയുടെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപയുടെ ചുറ്റിലാണ്. അത് ഓരോ ഗ്രൂപ്പിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇതിൽ വ്യത്യാസം എന്താണെന്ന്, ഏതെങ്കിലും ഒരു കുട്ടിക്ക് PTA ഫണ്ട് തരാനുള്ള നിവൃത്തി ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിച്ച് വാങ്ങരുതെന്നും ഗവൺമെന്റ് സർക്കുലർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 400 രൂപയിൽ കൂടുതൽ മേടിക്കാനും പാടില്ല. 400 രൂപ PTA ഫണ്ടും PTA മെമ്പർഷിപ്പ് ഫീ 100 രൂപയുമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ കൂടുതൽ ഒരാളോടും വാങ്ങാൻ പാടില്ല. ആരുടെടുത്തെങ്കിലും ഇല്ല, നിവൃത്തി ഇല്ല എന്ന് പറഞ്ഞാൽ അവരോട് നിർബന്ധിച്ച് വാങ്ങാനും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കുട്ടി ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക്, ഒരിക്കൽ കൂടി പറയാണ്, ഫസ്റ്റ് ഓപ്ഷൻ കുട്ടി, ഏത് ഓപ്ഷൻ കിട്ടിയ കുട്ടിയാണെങ്കിലും നമ്മൾ പോയി ചേരണം. 2 തരം ചേരല ഉള്ളത്. നിങ്ങൾക്ക് ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ 13ാമത്തെയോ 15ാമത്തെയോ 5ാമത്തെയോ 3ാമത്തെയോ ഏത് കിട്ടിയാലും നിങ്ങൾ പോയി സ്കൂളിൽ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കൊണ്ടുപോയി രക്ഷിതാവിനെയും കൂട്ടിയിട്ട് വേണം പോകാൻ. അവിടെ പോയി ചേരണം. അത് ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അല്ല, നിങ്ങൾ മറ്റൊരു ഓപ്ഷനാണ്, തേർഡ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്. തേർഡ് ഓപ്ഷൻ കിട്ടിയാൽ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അല്ലെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ്. 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ. ഈ 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ സ്കൂളിൽ പോയി സ്ഥിരപ്രവേശനം നേടാം. അപ്പോൾ എന്ത് അപേക്ഷ കൊടുക്കണം പ്രിൻസിപ്പാളിന്? എനിക്ക് ഈ 4, 3, 2, 1 എന്നീ സ്കൂളുകളിലേക്കുള്ള ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തു തരണം എന്നൊരു അപേക്ഷ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ സ്കൂളിൽ ഫീസ് അടച്ച് ചേരാം. അല്ല, 5ാമത് ഓപ്ഷൻ കിട്ടിയ നിങ്ങൾക്ക് ഒന്നിനോടാണ് ആഗ്രഹം, അല്ലെ 2ാമത്തെ ഓപ്ഷനോടാണ് 1ാമത്തെ ഓപ്ഷനോ 2ാമത്തെ ഓപ്ഷനോ കിട്ടാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കൂടി അവിടെ കൊടുക്കുക, രക്ഷിതാവിൻ്റെ ഒപ്പം പോകണം. അതിനുശേഷം പറയുക താൽക്കാലിക പ്രവേശനമാണ്. അപ്പോൾ താൽക്കാലിക പ്രവേശനമാണെന്ന് പറഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടി, എല്ലാ സർട്ടിഫിക്കറ്റുകളും പേപ്പറായിട്ട് കൊണ്ടുപോകരുത് കുട്ടികളെ, ശ്രദ്ധിക്കണേ. നിങ്ങൾ ഒരു ഫയലിലാക്കി ആ ഫയൽ അങ്ങനെ തന്നെ അങ്ങ് കൊടുത്താൽ മതി. അവരത് വെരിഫൈ ചെയ്ത് ഫയലിൽ തന്നെ വെച്ച് സൂക്ഷിച്ചു വെക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് താൽക്കാലിക പ്രവേശനം. അങ്ങനെ താൽക്കാലിക പ്രവേശനത്തിന് നമ്മൾ അപേക്ഷയൊന്നും കൊടുക്കണ്ട, പറഞ്ഞാൽ മതി. ഫീസ് അടയ്ക്കേണ്ട, താൽക്കാലിക പ്രവേശനമാണെന്ന് പറഞ്ഞാൽ തന്നെ, ഫീസ് അടയ്ക്കാതിരുന്നാൽ തന്നെ എന്തായി? താൽക്കാലിക പ്രവേശനമാണ്. 2ാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഈ 5ാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ചിലപ്പോൾ 3ാമത്തെ ഓപ്ഷനിലേക്ക് കടന്നു വരും എന്ന് വിചാരിക്കും. 3 കിട്ടി 2ാമത്തെ അലോട്ട്മെന്റിൽ. ആകെ 3 അലോട്ട്മെന്റാണ് ഉള്ളത്. 2ാമത്തെ അലോട്ട്മെന്റിൽ 3 കിട്ടി. അങ്ങനെ 3 കിട്ടിയാൽ ഈ സ്കൂളിൽ നിന്ന് നമ്മൾ ഈ കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിക്കൊണ്ട് 3ാമത്തെ ഓപ്ഷൻ കിട്ടിയ ആ സ്കൂളിൽ ഇത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അവിടെയും നമുക്ക് താൽക്കാലിക പ്രവേശനം പറയാം, കാരണം 1ഉം 2ഉം നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് 3 തന്നെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, മാറ്റമില്ല എങ്കിൽ ആ 3 കിട്ടിയ സ്കൂളിൽ പോയി ഫീസ് അടച്ച് നിങ്ങൾ ചേരണം. 3 അലോട്ട്മെന്റ്, 3ാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾ 2-1 ചെയ്തിരിക്കണം, ചേർന്നിരിക്കണം. അത് നിർബന്ധമാണ്.
അവിടെ പിന്നെ താൽക്കാലിക അഡ്മിഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊരു കാര്യം കൂടി ഇക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അവകാശം കൂടി ഉണ്ട് ഇപ്പോൾ. നിങ്ങൾ ഈ 15-ാം തീയതിയോ 16-ാം തീയതിയോ 17-ാം തീയതിയോ ഏതെങ്കിലും ഒരു ദിവസം പോയാൽ മതി. ആദ്യത്തെ ദിവസം തന്നെ പോകണമെന്നില്ല. 16-ാം തീയതി പോയാൽ മതി, അല്ലെ 17-ാം തീയതി പോയാൽ മതി. പ്രവേശനത്തിന് പോകുമ്പം രക്ഷിതാവ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. ഒരിക്കൽ കൂടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഒന്നുകൂടി കേട്ടാൽ മതി സംശയമുള്ളവർക്ക്. ഈ സംശയം അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ 5 ആണ് എന്ന് വിചാരിക്കുക. 5-ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, എനിക്ക് ഈ 3ഉം 4ഉം വേണ്ട, 5-നേക്കാൾ മോശമാണ് 3ഉം 4ഉം എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു. എനിക്കിനി 2ഉം 1ഉം മതി. ഒന്നുകിൽ 5 തന്നെ മതി, കിട്ടുവാണെങ്കിൽ 1ഉം 2ഉം കിട്ടണം. എനിക്ക് 3-ാമത്തെ ഓപ്ഷനും 4-ാമത്തെ ഓപ്ഷനും വേണ്ട. അങ്ങനെയെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ പ്രിൻസിപ്പാളിന് ഒരു അപേക്ഷ അന്നേരം പോകുമ്പോൾ കൊടുത്താൽ മതി. എൻ്റെ ഹയർ ഓപ്ഷനായിട്ടുള്ള 3-ാമത്തെയും 4-ാമത്തെയും ഓപ്ഷനായ ഇന്ന കോഡ് നമ്പറിലെ ഇന്ന സ്കൂളിലെ ഓപ്ഷൻ എനിക്ക് ക്യാൻസൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ അവിടെ കൊടുത്താൽ പ്രിൻസിപ്പാളിന് അത് ചെയ്യാൻ പറ്റും. 3-ാമത്തെയും 4-ാമത്തെയും ഓപ്ഷൻ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്ത് വരും? 5ൻ്റെ മുകളിൽ പിന്നെ 2ഉം 1ഉം മാത്രമേ നിങ്ങൾക്ക് നിൽക്കുള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കൂളിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും സ്കൂളുകൾ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചേരാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. വേണ്ടവർക്ക് അതും ഉപയോഗപ്പെടുത്താം. ഇത്രയുമാണ് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. പൊതുവെ സാധാരണ കുട്ടികളൊന്നും ചേരാൻ ചെല്ലുമ്പോൾ ഈ ജാതി സർട്ടിഫിക്കറ്റോ ഒന്നും വേണ്ട. ജാതി SLC ബുക്കിലുണ്ട്. CBC കുട്ടികൾ മാത്രം ജാതി അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അതില്ല എങ്കിൽ, ജാതി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടി മേടിച്ചാൽ മതി. അത് നമുക്ക് കമ്മ്യൂണിറ്റി നേറ്റിവിറ്റി മേടിക്കുക. അത് നമുക്ക് അക്ഷയയിൽ അപേക്ഷ കൊടുത്താൽ അന്നേക്കന്ന് സാധനം കിട്ടും. അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ +1 പ്രവേശനവുമായിട്ട് നമ്മൾ അഡ്മിഷൻ നടക്കുന്ന തീയതികളിൽ ഹാജരാക്കേണ്ട രേഖകൾ. ഈ രീതിയിലാണ് നമ്മൾ അഡ്മിഷൻ സ്ഥിര പ്രവേശനവും താൽക്കാലിക പ്രവേശനവും നേടേണ്ടത്. താൽക്കാലിക പ്രവേശനമാണ് നേടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും 2 അലോട്ട്മെൻറ്റുകൾ കൂടി ഈ ഒരു ഇതിൽ അനുവദിക്കും. സെക്കൻഡും തേർഡ് വരെ കിട്ടിയില്ലെങ്കിൽ എവിടെയാണോ കിട്ടുന്നത് തേർഡിൽ അവിടെ തന്നെ പോയി ഫീസ് അടച്ച് ചേരേണ്ടതാണ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ നേരം പോലെ മറുപടി ഡേറ്റ് തീരുന്നതിന് മുമ്പുള്ള മറുപടി ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ 15-ാം തീയതിത്തെ അലോട്ട്മെൻറ്റിൽ ഒരു പക്ഷേ ഇപ്പം നമുക്ക് റീവാലുവേഷൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ റീവാലുവേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം, ചേഞ്ച് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതിലുള്ള റിസൾട്ട് കൂടി വന്ന ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഗ്രേഡ് ചേഞ്ച് വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഒരു ഓപ്ഷൻ താഴോട്ട് ഇറങ്ങിപ്പോകാനൊക്കെയുള്ള സാധ്യത. ഇപ്പോൾ 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ മിക്കവാറും 90-95% അത് തന്നെ കിട്ടും. ചിലപ്പോൾ ഒരു 6-ാമത്തെ ഓപ്ഷനിലേക്കൊക്കെ ഇറങ്ങിപ്പോകാനുള്ള ചിലർക്ക്, വളരെ റെയറായിട്ട്, ഈ അവസാന റാങ്കും നിങ്ങളുടെ റാങ്കും തുല്യമായി വരുന്ന ചില കേസുകളിലൊക്കെയാണ് അങ്ങനെ വരിക. അതും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സെക്കൻഡിലോ തേർഡിലോ അത് മറികടന്ന് 5-ാമത്തെ ഓപ്ഷൻ മറികടന്ന് കയറിപ്പോവുകയും ചെയ്യാം. ഞാൻ 5 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഓക്കെ. എല്ലാവരും രക്ഷിതാവൊക്കെ ആയിട്ട് പോയി 15-നും 16-നും 17-നും ഏതെങ്കിലും തീയതികളിൽ പിന്നെ +1 പ്രവേശനം നേടുക. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.